വേറൊരു കാര്യം, ഇന്നലെ ഞാൻ 12:34 ലൈവ് എൻഡ് ചെയ്ത് ലൈവ് എൻഡ് ചെയ്ത സ്പോട്ടില് മെസ്സേജ് വന്ന്. അതായത് ഇവർ ഉറങ്ങിപ്പോയതാ അല്ലെങ്കിൽ അങ്ങനെയല്ല ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റിപ്ലൈ വരണത്. അതായത് നമ്മുടെ ഈ ഇത് ഞാൻ ഒരു അയച്ച ഓടിയോ അതോട് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് യെസ്റ്റർഡേ അറ്റ് 12:34 AM കണ്ടോ. ഇന്നലെ കറക്റ്റ് 12:34 അതായത് 12:30 നമ്മള് ലൈവ് എൻഡ് ചെയ്ത് 12:34 തിരിച്ച് മെസ്സേജ് അയച്ച് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട്. അതെന്ത് എന്നിട്ട് ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ലൈവെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഫുള്ള് ഇന്ന് പ്ലാൻ ചെയ്ത് ഞാൻ ലൈവ് അല്ലല്ലോ, പിറ്റേ ദിവസം രാത്രി ഇന്ന് രാത്രി ഞാൻ ലൈവ് വരുമെന്ന് എനിക്കറിയാം. ഫുള്ള് പ്ലാൻ ചെയ്ത് ഒരു വീഡിയോ ഇറക്കി ഇന്ന് ഞാൻ പൊളിച്ചു വരാം, ഇന്ന് രാത്രി ലൈവ് എന്തെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഫുൾ പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തോ കള്ളാസുമായിട്ടാണ് ഇരിക്കുന്നുണ്ടാവും. ഏത് ഓന്റെ ടൈമിൽ ഞാൻ വിളിക്കാൻ പറ്റും ഇതാ കോൾ സ്റ്റാർട്ട് ഓന്റെ സമയത്തിന് വിളിക്കാൻ അനക്കുമ്പോ സൗകര്യം ഇല്ലടാ. എന്റെ സമയത്തിന് ഓൻ വരണോ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എടുത്തില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്യട്ടോ അവര് മനസ്സിലാ. ഓന് ഇങ്ങനെ നാവും പുറത്തിട്ട് നട്ടിന് വെയിറ്റ് ചെയ്യട്ടാ. എന്റെ സമയത്തിന് ഞാൻ വിളിക്കടാ. ഇനി നിനക്ക് അത്രക്ക് ഇതുണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കടാ. അല്ലെ പുറത്ത് വന്നിട്ട് നായി കാത്തുക്കുന്ന പോലെ കാത്തുക്കടാ. പട്ടിനെ പോലെ നിൽക്കുക എന്റെ ലൈവില് കയറണമെങ്കിൽ. അല്ലെങ്കിൽ എന്റെ ലൈവില് നിങ്ങക്ക് സ്പേസ് വേണമെങ്കിൽ നീ വെയിറ്റ് ചെയ്ത് നിൽക്ക് പുറത്ത് വന്നിട്ട് മനസ്സിലാടാ. അല്ല പിന്നെ അവന്റെ ആലാക്ക് കോളൊന്നും ഇല്ല. അത് എന്ത് എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കോൾ ചെയ്യും മനസ്സിലാ. ഞാൻ ചിലപ്പോ നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് തന്നെ ഞാൻ കോൾ ചെയ്യും, അല്ലെങ്കിൽ നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ തൂറായിരിക്കും കോൾ ചെയ്യും മനസ്സിലാവും. അതൊക്കെ ഇഷ്ടമുള്ളപ്പോ എന്റെ സമയത്തിന് ഓൻ വരണം. ഇനി അതാണ് ഞാൻ വിളിച്ചപ്പോ വന്നില്ല, അപ്പൊ ഇനി ഞാൻ വെയിറ്റ് ചെയ്യട്ടെ അത്രേ ഉള്ളൂ. പാവം അവിടെ കഷ്ടപ്പെട്ട് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് പേപ്പറെല്ലാം ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോ ചുറ്റും കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടിയിട്ടുണ്ടാവും, കുഞ്ഞനും ലോട്ടലെല്ലാം കൂട്ടിയിട്ട് കുഞ്ഞിക്കുന്നെല്ലാം കൂട്ടിയിട്ട് ചുറ്റി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഗ്യാങ്ങായിട്ട് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ. അങ്ങനെ നിന്റെ ഒന്നും പ്രിപ്പറേഷന് നിന്നേരാൻ സൗകര്യം ഇല്ലടാ മാറി.